ശ്യാമെ, കോൺഗ്രസിൻ്റെ പ്രതിനിധി തൗഫീഖ് നേരത്തെ ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയത് രാഹുലിൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും യുവതി ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട്, പിന്നെ വാട്സപ്പ് ചാറ്റുകളും അതുപോലെ ശബ്ദ സന്ദേശമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും യുവതി നേരിട്ട് ചെന്ന് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ പരാതി നൽകിയോ? അപ്പോൾ പിന്നെ എന്തിന് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഈ ചോദ്യം ആദ്യം ഇയാളോട് തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിനോട് തന്നെ ചോദിക്കണ്ടേ ഇവര്? പിന്നെ എന്തിനാ? ഞാൻ പറയുന്നതിൻ്റെ എക്കോ കേൾക്കുന്നുണ്ടേ. യെസ്, ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനോടാണല്ലോ. കാരണം അയാൾ എന്തിനാ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല രാജിവെച്ച്, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? ഇതൊക്കെ വെറുതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ ഒരു ദിവസം പോലും, ഈ ഒരു വിഷയത്തിൽ പോലും ഇവർക്ക് എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെങ്കിൽ ഈ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നതല്ല നല്ലത്. നോക്കൂ, ഇത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. 3-4 യുവതികൾ വെളിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞു. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇതിനകത്ത് ഇവർക്ക് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കഴിയൂ. കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഏറിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്രയോ ദിവസങ്ങളായിട്ട്, എത്രയോ നാളുകളായിട്ട് പരാതികൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയെന്നറിയോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ കേട്ടത് അനുസരിച്ചിട്ട് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ കേരളം കേട്ടിട്ടുള്ളൂ എന്ന്. ഇതിനേക്കാൾ അറപ്പുളവാക്കുന്ന ഏറ്റവും അങ്ങേയറ്റം വൃത്തികെട്ടതും ഭീതിജനകവുമായിട്ടുള്ള പ്രവൃത്തി ഇയാളിൽ നിന്നുണ്ടായിട്ടുണ്ടെന്ന് ഇന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള, ഇന്നും ഇന്നലെയായിട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ആദ്യം തന്നെ ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയിൽ എന്താ പറയുന്നത്? സ്ക്രീൻഷോട്ട്. ആ സ്ക്രീൻഷോട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഒരു പെൺകുട്ടിക്ക് വെറുതെ, എനിക്കൊന്ന് മെസ്സഞ്ചറിൽ എന്താണെന്ന് തോന്നുന്നു, മെസ്സഞ്ചറിൽ വെറുതെ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കലാണ് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന്. എന്തിന്? മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ ഈ പറയുന്ന ഇയാൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിഷേധിച്ചിട്ടുണ്ടോ? ഇയാൾക്കെതിരെ വന്നിട്ടുള്ള ഒരു പരാതി ഇയാൾ നിഷേധിച്ചിട്ടില്ല എന്ന്. അതിനർത്ഥം ഇത് അംഗീകരിക്കുന്നു തന്നെയാണ്. ആ സമയത്ത് ഇത് പരാതി കൊടുത്തിട്ടുണ്ടോ, തെളിവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് തന്നെ അയാൾ ചെയ്ത തെറ്റിന് അത്ര തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായിട്ട് ദയവ് ഇത് പോകരുത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇന്ന് കേരളത്തിൽ വരുന്ന വാർത്തകളിൽ ഇവരുടെ തന്നെ ഒരു നേതാവിൻ്റെ മകളെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് വാർത്തകളുണ്ടെന്ന്, എന്ന് ചർച്ചകളുണ്ടെന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്ന ഈ പ്രവർത്തകന്, ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത എന്താ? നിങ്ങളുടെ തന്നെ ഇവിടുത്തെ പ്രശ്നം എവിടെയെന്നറിയോ? ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. കോൺഗ്രസിലെ തന്നെ പല നേതാക്കന്മാരും, യൂത്ത് കോൺഗ്രസിലെ തന്നെ പല നേതാക്കന്മാരും ഈ പറഞ്ഞ ആളെ എതിർത്ത് പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള സിനിമാ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഇവരുടെ തന്നെ പ്രവർത്തകന്റെ മകളായിട്ടുള്ള ഇവരുടെ തന്നെ അനുഭാവിയായിട്ടുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ വന്നേ. അവർ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ഈ രീതിയിൽ, ഈ സമയത്ത് ഈ രീതിയിൽ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ആ കുട്ടി പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ വന്ന് പറഞ്ഞു എന്ന്. ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള ഇത്തരത്തിൽ അങ്ങേയറ്റം നീചമായിട്ടുള്ള അയാളുടെ പ്രവർത്തകരെ ന്യായീകരിക്കുന്ന മുരളീധരനെ പോലെയുള്ള ആൾ. അയാളുടെ ഹിസ്റ്ററി, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ പാലക്കാട് MP ആയിട്ടുള്ള ശ്രീകണ്ഠനെ പോലെയുള്ള ആളുകൾ. പക്ഷേ മറുവശത്ത് ഇതിനെ എതിർക്കുന്ന ആളുകളും ഉണ്ടെന്നേ. അപ്പോൾ ആ ആളുകൾ എതിർത്തത് എന്തിനാണ്? ഇവിടെ ഈ പറയുന്ന, ഞാനൊരു കാര്യം ഇവരോട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് ഇരകളായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും നിങ്ങൾക്കുള്ളിലുള്ള ആളുകൾ തന്നെയാണ്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കൂ. ഇത് ഏതെങ്കിലും ഒരു ഇതര രാഷ്ട്രീയ കക്ഷികളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങളല്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെ, കോൺഗ്രസിലെ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇയാൾ ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് വന്നപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതികളാണെന്ന്. അപ്പോൾ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ എന്തിനാണ് വന്നിട്ട് ന്യായീകരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾ അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ ഒരു കഴമ്പുമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെക്കുമെന്ന് ആരെങ്കിലും, സാമാന്യ ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കൂ? അയാൾക്കറിയാം ഇനിയും ഇതിൽ കേസുകൾ വരാൻ വേണ്ടിയിട്ട് പോകും. നോക്കൂ, ഓരോ ദിവസവും ഓരോരോ വെളിപ്പെടുത്തലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇന്ന് വന്നിട്ടുള്ള കാര്യം, ഇതിന് മുമ്പ് വന്നിട്ടുള്ള കാര്യം, ഇതൊക്കെ ഇവരുടെ സംവിധാനത്തിൽ, കോൺഗ്രസ് സംവിധാനത്തിന് ഉള്ളിൽ തന്നെയുള്ള ആളുകളാണെന്ന്. ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷികളോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമല്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇവരുടെ പ്രവർത്തകരോ ഇവരുടെ പ്രവർത്തകരുടെ മക്കളോ അനുഭവിച്ചിട്ടുള്ള, ഇയാളിൽ നിന്നുണ്ടായിട്ടുള്ള
ക്രൂരമായ പീഡനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പരാതികളാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ആളുകളെ വിചാരിച്ചെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരെ വിചാരിച്ചിട്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ന്യായീകരണവുമായിട്ട് വരരുത്. നിങ്ങളുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്? അയാൾ രാജിവെക്കട്ടെ, അല്ലെങ്കിൽ അയാൾ ഇതിനകത്ത് അയാൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഈ പറഞ്ഞ പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും മുഴുവൻ സംസാരിക്കുന്നതെന്ന് രാഹുലിന് അറിയാമല്ലോ. എങ്കിൽ അക്കമിട്ട് നിരത്തി ഈ ഓരോ പരാതികളെയും എതിര് പറയാത്ത എന്താ, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കാത്ത എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ മുതൽ ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം വരെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലെയും ചർച്ച, ഈ 8 മണി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് രാഹുലാണെന്ന്. എങ്കിൽ ഇത്രയധികം ആരോപണങ്ങൾ വന്നപ്പോൾ ഇയാൾ എന്താണ് സത്യാവസ്ഥ ജനങ്ങളോട് വിളിച്ചു പറയാത്തത്? എനിക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയാത്തത് എന്താണ്? ഇതുവരെ ഒരാരോപണമെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞോ? ഇല്ല. ഏതെങ്കിലും എന്ന് മാത്രമല്ല, ചില ആളുകൾ വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന്. കഴിഞ്ഞ തവണ വെളിപ്പെടുത്തൽ നടത്തിയ ചില ആളുകൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി ഇയാളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ ഈ ഒരു കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടുന്നതെന്നും കൂടെ അറിയോ? കോൺഫിഡൻസ് കിട്ടുന്നത് പാർട്ടിക്കുള്ളിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച മറ്റു ചില ആളുകളിൽ നിന്നാണ്. തീർന്നില്ല, ഒരു കാര്യം പറയട്ടെ. ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സന്തത സഹചാരിയായിട്ടുള്ള ഷാഫിയോടെ പോയി. ഒന്ന്, രാഹുൽ തെറ്റ് ചെയ്തില്ല എന്ന് വെച്ചു, ഷാഫി ഒന്ന് പറയണ്ടേ ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല, ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി മറുവശത്ത് ഷാഫി തെറ്റ് ചെയ്തു എങ്കിൽ അയാളെ ചെയ്തത് ശരിയായില്ല എന്ന് പറയട്ടെ. ഷാഫി സ്ഥലം വിട്ടുവെന്ന്. ഷാഫി കേരളത്തിലേ ഇല്ല. രാഹുൽ ഗാന്ധിയുടെ യാത്ര നടത്താൻ വേണ്ടിയിട്ട്, യാത്രയുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിനകത്ത് ഇയാൾ പോകുന്നു. മറുവശത്ത് വി ഡി സതീശൻ പറഞ്ഞ എന്താണ്? സതീശൻ പറഞ്ഞത് എന്താ തൂക്കിക്കൊല്ലേണ്ട കുറ്റമൊന്നും അല്ലല്ലോ, അങ്ങനെ എന്തോ ഒരു മറുപടിയാണ് ഇന്നലെ അയാൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വി ഡി സതീശനും ഈ പറഞ്ഞ ഷാഫിയും എല്ലാം കൂടി ഇതുപോലെ ഒരു ക്രിമിനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. ആ വി ഡി സതീശൻ്റെയും ഈ ഷാഫിയും അടക്കമുള്ള കോൺഗ്രസിനകത്തെ ഒരു പറ്റം നേതാക്കൾ ഈ ക്രിമിനലിന് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്ത് മാധ്യമങ്ങൾ കണ്ടത്. അതല്ലാതെ മറ്റൊന്നുമല്ല. വെറുതെ ഇനി ഇവിടെ ചർച്ചയിൽ വന്ന അയാളുടെ മാനസിക പ്രശ്നങ്ങൾ, ചില രോഗം, ആ രീതിയിലൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള ആളുകൾ വീട്ടിൽ പോയിരിക്കണമെന്ന്. സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിരിക്കണം, അല്ലാതെ MLA ആവുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടി എന്തും ചെയ്തോട്ടെ, കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുകയോ ആക്കാതിരിക്കുകയൊക്കെ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഇതിന് അവർ അനുഭവിക്കാൻ തയ്യാറാണ്, നമ്മളൊന്നും ചെയ്യാനില്ല. ഇപ്പം ഇവിടെ പറഞ്ഞ വ്യക്തി, കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള പറഞ്ഞ് ന്യായീകരിക്കുന്ന വ്യക്തിയെ പോലെ ഇവരിതിനകത്ത് അംഗീകരിക്കുകയും സഹിക്കുകയും ചെയ്യുകയാണ്, ഒന്നും ചെയ്യാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ MLA ആണ്. ഇയാളുടെ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക്, കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ പ്രായമുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ ധൈര്യത്തോടെ കയറി ചെല്ലാൻ വേണ്ടി പറ്റും? അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അല്ലാതെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ചുമതല രാജിവെക്കലൊന്നും അല്ല, MLA സ്ഥാനം ഒഴിയണം. ഇതുപോലെ ഒരു മാനസിക വൈകല്യങ്ങളുള്ള ഒരു വ്യക്തി, സ്ത്രീകള് ഒരുപക്ഷെ പരാതിപ്പെടാൻ വേണ്ടിയിട്ട് പോലും ഭയപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മടിക്കുന്ന ഒരു വ്യക്തി, ആ MLA സ്ഥാനമാണ് ഒഴിയേണ്ടത്, അല്ലാതെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് കോൺഗ്രസിന് മുഖം മറയ്ക്കാനൊന്നും പറ്റില്ല. ചെയ്തത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിച്ചിട്ടൊന്നുമില്ല, അയാളോട് ഒപ്പമുള്ളവർ നിഷേധിച്ചിട്ടൊന്നുമില്ല. അതല്ലെങ്കിൽ അയാൾ വന്നിട്ട് എനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയണമായിരുന്നു. അത് നിഷേധിക്കാത്തിടത്തോളം കാലം ചെയ്തത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവിടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. നമ്മളടക്കം പല ആളുകൾക്കും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പല റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇല്ല എന്നൊന്നും പറയണ്ട. കേരളം കണ്ട ഏറ്റവും വലിയ ലൈംഗിക പീഡനത്തിൻ്റെ അതിനകത്തെ വേട്ടക്കാരനാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ആൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയൊന്നുമല്ല, MLA സ്ഥാനം രാജിവെക്കലാണ് അയാൾ ചെയ്യേണ്ടത്. അതുമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾ പാലക്കാട് മുമ്പോട്ട് പോകുന്നുണ്ട്, ഇനിയും പോകും.